പ്രതികരിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവ് എം ഹസൻ മാധ്യമങ്ങളോട്. അസാധാരണമായ നടപടികൾ വരുമല്ലോ. ഹൈക്കമാൻഡിനെ എപ്പോഴും എല്ലാവരെയും വിളിക്കാമല്ലോ. ഹൈക്കമാൻഡിനെ എല്ലാവരെയും വിളിക്കാം, സംസാരിക്കാം. അതിന്റെ ഭാഗമായി മുൻ പ്രസിഡന്റന്മാരായ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ വന്നിരിക്കുന്നു. നാട്ടിൽ ഇതിന്റെ പേരിൽ, കേരളത്തിൽ ഇതിന്റെ പേരിൽ വലിയൊരു അന്തരീക്ഷം മോശമാകുന്ന സാഹചര്യമുണ്ടോ? അല്ല, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനവിധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ഒരാഴ്ചക്കുള്ളിലൊക്കെയാണ് വാസ്തവത്തിൽ ലീഡർ ആരാണ്, മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത്. അധികം സമയം വൈകിട്ടില്ല, ഇനി ഒട്ടും വൈകാൻ പാടില്ല. ഹസൻ സാറിന് ജനവികാരം മാനിക്കണമെന്ന അഭിപ്രായമുണ്ടോ? ജനവികാരം മാനിച്ചല്ലേ UDF അധികാരത്തിൽ വന്നത്. അല്ല, ഇപ്പൊ നടക്കുന്ന തരംഗം അല്ല, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. UDFനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രൊസീജിയറുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് അഭിപ്രായം ചോദിച്ചു. ഇപ്പൊ ഞങ്ങളെല്ലാം വിളിച്ചിരിക്കുന്നു, ഞങ്ങളുടെ എല്ലാം അഭിപ്രായം ചോദിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഞങ്ങളെല്ലാവരും അംഗീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, MLA-മാർ തന്നെ പറയുന്നു അവർക്കിപ്പോൾ പുറത്തിറങ്ങാൻ വയ്യ, എല്ലാവരും അല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും MLA-മാർക്കൊന്നും ഇല്ല. അല്ല, MLA-മാർ പരസ്യമായിട്ട് പറഞ്ഞു, ഹമീദ് മാസ്റ്റർ അടക്കമുള്ളവർ. അല്ലല്ല, ഹമീദ് മാസ്റ്റർ അടക്കമുള്ള അല്ല, അത് MLA അല്ല അദ്ദേഹം. ഇതിലെ ഈ ഘടകകക്ഷികളുടെ തീരുമാനത്തിന് ലീഗ് അടക്കം പറയുന്നത് VD സതീശന് പൂർണ്ണ പിന്തുണ നൽകുന്നു. അല്ല, ഘടകകക്ഷികൾക്ക് ഇതിൽ വലിയ കാര്യമില്ല. എന്താണെന്നറിയാമോ, കോൺഗ്രസിന്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിച്ചാൽ പറയാം, അവരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ലീഗ് പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു. ഘടകകക്ഷികളല്ലല്ലോ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നത്. അവരുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ടും ഐക്യമുന്നണി സംവിധാനം ആയതുകൊണ്ടും അവരുടെ അഭിപ്രായം ചോദിച്ചു, അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് ഈ കാര്യങ്ങളിൽ അതായത് VD സതീശന് പിന്തുണ നൽകുകയും ഇത് വൈകുന്നതിൽ അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്, നീണ്ടുപോകരുതെന്ന്. എല്ലാവർക്കും നീണ്ടുപോകരുത്. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ MLA-മാരുടെയും MP-മാരുടെയും ഭൂരിപക്ഷമാണോ നോക്കുന്നത്, അതോ ഈ അതിനപ്പുറത്തേക്ക് ഒരു ഹൈക്കമാൻഡിന്റെ സ്ഥിരം രീതി അനുസരിച്ച് അതിനപ്പുറത്തേക്ക് ഈ ജനവികാരത്തിനായിരിക്കും മാർക്കിടുക? അതല്ല, അത് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് അല്ലേ. കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും ഉത്തരം പറയേണ്ട കാര്യത്തിന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? കാലതാമസം നാട്ടിൽ ഈ രീതിയിൽ പ്രതിപക്ഷ നേതാവിന് അനുകൂലമായി വലിയൊരു വേവുണ്ടോ? അല്ല, അതൊക്കെ സ്വാഭാവികമായി ഇപ്പൊ ഈ 3 പേരുടെ കാര്യത്തിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം എടുക്കും. മത്സരിക്കാത്ത ഒരാളുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് ശരിയാണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ സാധാരണ കോൺഗ്രസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് പ്രധാനം. ഈ MLA-മാർക്ക് ഈ ഇത്തരത്തിലുള്ള നീക്കത്തിൽ അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, പൊതുപരിപാടികൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് മാത്രമല്ല, ഞങ്ങളും എവിടെ ചെന്നാലും നമ്മുടെ ഇതൊരു വലിയ വിവാദമാക്കിയതിൽ ഒരു പ്രധാന പങ്ക് നിങ്ങളാണ് വഹിച്ചിട്ടുള്ളത്. നിങ്ങൾ വഹിച്ചിട്ടുള്ള ഈ മാധ്യമങ്ങളാണ് വലിയ വിവാദമാക്കിയത്. അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാരെയൊക്കെ തടഞ്ഞായിരുന്നു. അല്ല, ആരും തടഞ്ഞിട്ടില്ല. അതൊക്കെ മാധ്യമങ്ങൾ തടഞ്ഞതാണ്. അല്ലാതെ അവരോട് ആളുകളെ ചോദിക്കുന്നതാണോ തടയുന്നത്? സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഭയങ്കര പരിഹാസം. സമൂഹ മാധ്യമങ്ങളാണ് ഇപ്പോൾ. അല്ലല്ല, നിങ്ങള് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമാണ് ഇപ്പോൾ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിക്കുമോ? ഇല്ലല്ലോ, ഒരിക്കലും. വോട്ട് ചെയ്ത ജനങ്ങൾ 23-ാം തീയതിക്കുള്ളിൽ ഗവൺമെന്റ് ഉണ്ടായാൽ മതി. വോട്ട് ചെയ്ത ജനങ്ങൾ എങ്ങനെയാണ് ഇത് പരിഹസിക്കുന്നതാവുന്നത്? അതൊക്കെ കാവൽ മുഖ്യമന്ത്രി ഏൽപ്പിച്ചത് അടുത്ത ഗവൺമെന്റ് വരുന്നത് വരെ കാവൽ നിൽക്കാനാ. അദ്ദേഹം കാവൽ നിന്നോട്ടെ. നിങ്ങൾക്കുള്ള പ്രയാസം ഭരണഘടനാപരമായിട്ട് ആർക്കും ഇല്ലല്ലോ. എനിക്കിത്രേ പറയാനുള്ളൂ. ഞങ്ങളെ വിളിച്ചു, സംസാരിക്കട്ടെ, എന്താണ് അവർ ചോദിക്കുന്നത്, അതിനുള്ള മറുപടികൾ. ഇപ്പൊ നിങ്ങൾക്കൊപ്പമാണ്. എം ഹസന്റെ തമാശയാണ് നമ്മൾ കേട്ടത്. പക്ഷെ അദ്ദേഹം എന്തായാലും KC വേണുഗോപാലിനൊപ്പമാണ് എന്നത് സംശയമില്ല. മുഖ്യമന്ത്രി നിർണയം വൈകിട്ടൊന്നും ഇല്ല. നമ്മൾ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് പറയുന്നത്.